ഓം ശാന്തി. വാറൻ ബഫറ്റ് ലോകത്തിലെ സമ്പന്നന്മാരിൽ മൂന്നാമത്തെ സ്ഥാനമുള്ളതായിരിക്കുന്ന വ്യക്തിത്വം നിങ്ങളെല്ലാവരും അറിയുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത കുറച്ച് പ്രിൻസിപ്പിൾസ് പലപ്പോഴും ജീവിതത്തിൽ പലയിടത്തും പ്രാവർത്തികമാക്കി നോക്കിയപ്പോൾ വളരെയധികം അർത്ഥവത്താണെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയെക്കുറിച്ച് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി. കാരണം ഇന്ന് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് 50 വർഷം മുന്നേ പഴക്കമുള്ള അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവർ വാങ്ങിയതായിട്ടുള്ള വീട്ടിലാണ്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഉള്ള സമ്പത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സമ്പത്തിൻ്റെ 0.001% മാത്രമാണ് ആ വീടിന് വില മതിക്കുന്നത്. അതുപോലത്തെ എത്രയോ വീട് വേണമെങ്കിൽ അദ്ദേഹത്തിന് വാങ്ങാം. പക്ഷേ എന്നാലും അദ്ദേഹം ഇപ്പോഴും ആ വീട്ടിലാണ് താമസിക്കുന്നത്. അവരുടെ പ്രിൻസിപ്പിൾ അവർ പറയുന്നത്, നമ്മൾ പൈസ ചെലവഴിക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, പൈസ ചെലവഴിക്കുന്ന സമയത്ത് പൈസ നമ്മുടെ കയ്യിൽ സൂക്ഷിപ്പുണ്ടാവണം എന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങളുടെ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പൈസ ചെലവഴിക്കും മുന്നേ അത് ആവശ്യമാണോ അത്യാവശ്യമാണോ നോക്കിയിട്ട് അത്യാവശ്യത്തിനെ മീറ്റ് ചെയ്യാവൂ, ആവശ്യത്തിന് മീറ്റ് ചെയ്യരുതെന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചിന്താഗതിയുടെ നേരെ തിരിച്ചാവില്ലേ? തീർച്ചയായിട്ടും രണ്ടും നമ്മൾ വിവേകപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ ചില സമയങ്ങൾ അത്യാവശ്യത്തേക്കാൾ കൂടുതൽ ആവശ്യം നമുക്ക് നിറവേറ്റേണ്ടി വന്നേക്കാം. എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ ഒരു ടീം ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, അഥവാ ഒരു സന്തോഷം നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമ്പോൾ കുടുംബത്തിലെല്ലാവരും കൂടി ഒത്തുചേർന്ന് ആനന്ദിക്കാൻ വേണ്ടിയിട്ട്, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പൈസ ചിലവഴിക്കേണ്ടി വരുമ്പോൾ അവിടെ അത്യാവശ്യം നോക്കരുത്, ആവശ്യമാണ് നോക്കേണ്ടത്. അതേസമയം എപ്പോഴും നമുക്ക് ആവശ്യത്തിന് ചിലവഴിക്കാനുള്ളതല്ലേ പൈസ, ആവശ്യത്തിന് ചിലവഴിക്കാനുള്ളതല്ലേ പൈസ എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു രീതിയിലുള്ള നിയന്ത്രണവും ഇല്ലാതെ കണ്ടമാനം ചിലവഴിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ നല്ല വരുമാനമുള്ള സമയത്ത് 4 ലക്ഷം രൂപ മാസം വരുമാനം ഉണ്ടായിരുന്ന ഒരാൾ 3-4 വർഷത്തിന് ശേഷം അവർക്ക് സമ്പാദിക്കുകയാണെങ്കിൽ ഒത്തിരി പൈസ അവരുടെ സമ്പാദ്യത്തിലേക്ക് കൂട്ടാമായിരുന്നു. പക്ഷേ 4 വർഷം കഴിഞ്ഞ ശേഷം അവരുടെ ബിസിനസ്സിലുണ്ടായ ഒരു ചെറിയ ഒരു തകർച്ച കൊണ്ട്, തകർന്നു എന്നൊന്നും പറയാൻ പറ്റില്ല, ഈ 4 ലക്ഷം എന്നുള്ള വരുമാനം മാറിയിട്ട് 60,000 50,000 ആ വരുമാനം ചുരുങ്ങി. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇടിവായിരുന്നു. ആ സമയത്ത് അവരനുഭവിക്കുന്ന ടെൻഷൻ, ആ സമയത്ത് അവരെ വറി, BP ഷൂട്ടാവുന്നത്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഞാൻ ദൃക്സാക്ഷിയാണ്, അനുഭവിയാണ്. അതുകൊണ്ട് അന്ന് പൈസ ചിലവഴിക്കുമ്പോൾ പലപ്പോഴും അവരോട് ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ എന്തിനാ ബായി ചിലവഴിക്കുന്നത്? പറയും, നമ്മുടെ ഇതൊരു ബിസിനസ്സാണ്, ബിസിനസ്സിൽ നമുക്ക് നമ്മുടെ ഷോ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്, നമുക്ക് നമ്മുടെ ആളുകളെ സന്തോഷിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്, സിസ്റ്റർ കീനായി ഒന്നും അറിയാഞ്ഞിട്ടാണ്. പക്ഷെ അതേപോലെ തന്നെ ഇതേ ബിസിനസ്സിലുള്ളതായിട്ടുള്ള അവരുടെ കൂട്ടത്തിലെ വേറൊരാളെ എനിക്കറിയാം. ഒരേ ബിസിനസ്സിൻ്റെ 2 പാർട്ട്നേഴ്സ്, ഒരാൾ ഈ രീതിയിൽ പൈസ ചിലവഴിക്കുമ്പോൾ മറ്റാൾ ആവശ്യത്തിന് പൈസ ചിലവഴിക്കുകയും ബാക്കിയുള്ളത് സേവ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ, കച്ചവടത്തിൻ്റെ കുറച്ചൊന്ന് താഴ്ന്ന ഒരവസ്ഥയിൽ ഒരാൾ കംഫർട്ടബിളായിട്ട് അടുത്ത ഡെപ്പോസിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുകയും അതിനു വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യത്തക്ക രീതിയിൽ എഫിഷ്യൻ്റായിട്ട് ജീവിക്കുന്നു. വേറൊരാൾ ടെൻഷൻ കൊണ്ട് BP കൂടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നു. രണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കണ്ട, അവരായിട്ട് വളരെ അടുത്തറിയുന്ന ഒരാളാണ്, ഞാൻ അനുഭവിച്ച ഒരാളാണ്. അതിൻ്റെ ആധാരത്തിൽ വാറൻ ബഫറ്റ് ഞാൻ വായിച്ച് പഠിച്ച് അറിഞ്ഞ ആളാണ്. അതേസമയം ഇതെൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഞാൻ കണ്ട ആളുകളാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, പൈസ ഒരു കാര്യം, നിങ്ങൾ എന്തിനൊന്ന് ആദരവ് കൊടുക്കുന്നു ആ സാധനം നമ്മുടെ കൂടെ നിൽക്കാറുള്ളൂ. ഒരു പൈസ വരുന്ന സമയത്ത് അത് ചിലവഴിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് പൈസ വരില്ല. കാരണം നിങ്ങളതിനെ ആദരിക്കുന്നില്ല. നമ്മുടെ തോട്ട് എനർജിയും അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതുകൊണ്ട് ചിലവഴിക്കുന്ന സമയത്ത് എന്ന് കരുതി പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ പച്ചക്കറി കടക്കാരന് കൊടുക്കുന്ന പൈസയ്ക്ക് 5 രൂപയ്ക്ക് ഉള്ള പച്ചക്കറിക്ക് പകരം ഇത് 4 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിച്ച് വാദിക്കരുത്. കാരണം അത് വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരുപാട് അധ്വാനം അതിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായിരിക്കുന്ന ലാഭമാണ്. അത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൈസ വാദിക്കുമ്പോൾ അവരുടെ അടുത്ത് ചോദിച്ച് പേശി പിണങ്ങി, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പേശി പിണങ്ങി ആ പൈസ നിങ്ങൾ കൊടുക്കുമ്പോൾ ആ പൈസ അവർക്കും സന്തോഷമാവില്ല, ആ കൊടുത്ത പൈസയുടെ അക്കൗണ്ടിൽ നിങ്ങൾക്കും സന്തോഷം തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ 1 രൂപ ബാക്കി വന്നിട്ടുണ്ടാവും. ആ 1 രൂപയ്ക്ക് വേണ്ടിയിട്ട് അയാളെടുത്ത് വാദിക്കരുത്. ഇത്രയായില്ല എന്ന്
പറയരുത് പാവപ്പെട്ട മനുഷ്യന്മാർ. അതുകൊണ്ട് സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ ഘടകമാണ്. ഒരു 2 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് ഹാപ്പിനെസ് അവർക്ക് കൊടുക്കൂ, ഹാപ്പിനെസ് നിങ്ങൾ വാങ്ങൂ. ഇത് ഓവർ ചിലവഴിക്കലല്ല. അതേസമയം നമ്മൾ മറ്റ് പല പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. 4000 രൂപയുടെ ഷർട്ട് വാങ്ങിയിട്ടിടാൻ അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. പക്ഷെ 4 രൂപ ഒരു പച്ചക്കറി കടക്കാരന് കൊടുക്കാൻ പറഞ്ഞാൽ അവർക്ക് വിഷമമാണ്. ആ ഒരു മനോഭാവം നമ്മൾ മാറ്റണം. ഇതിനെയാണ് ഞാൻ അവശ്യവും അത്യാവശ്യവും എന്ന് പറയുന്നത്. അതുകൊണ്ട് പൈസ ആദരവോടെ ചിലവഴിക്കുകയും സന്തോഷത്തോടെ കൊടുക്കുകയും അതേസമയം വേണ്ടാത്തിടത്ത് ചിലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെടുത്ത് ധനം വന്നു ചേരും. അതിൽ യാതൊരു സംശയവുമില്ല. കൊടുക്കുന്നത് എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങുമ്പോൾ കണ്ടത്രയും പൈസ ഞാൻ മരുന്നിന് കൊടുക്കുകയാണ് കേട്ടോ എന്ന് വിഷമിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരില്ല. ഈ രീതിയിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ ആശീർവാദം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിവെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 100 രൂപയ്ക്ക് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ 100 രൂപ നിങ്ങളിങ്ങനെ പലപ്പോഴായിക്കൊണ്ട് പലർക്ക് നിങ്ങളിലൂടെ കൊടുത്ത സന്തോഷം കൊണ്ട് ഇല്ലാതായേക്കാം. ഇത് കർമ്മമാണ്, ഊർജ്ജമാണ്, റെക്കോർഡാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആവശ്യത്തിന് ചിലവഴിക്കാനുള്ളതാണ് പൈസ. അതേസമയം അത്യാവശ്യമാണോ ആവശ്യമാണോ നോക്കിയിട്ട്, ആവശ്യം മീൻസ് വന്നതൊക്കെ ചിലവഴിക്കാനുള്ളതാണ് എന്ന മനോഭാവം മാറ്റണം. സൂക്ഷിക്കാനുള്ളത് തന്നെയാണ്, ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. ഞാൻ വായിച്ചിട്ടുണ്ട് എവിടെയോ, നിങ്ങൾ ഏത് പൈസേനെയാണോ സേവ് ആക്കുന്നത്, ഏത് പൈസേനെ സുരക്ഷിതമാക്കുന്നുണ്ടോ ആ പൈസ നിങ്ങളുടെ അവശ്യ സ്ഥാനത്ത് നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പു തരും എന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് പൈസ ചിലവഴിക്കണം. രണ്ടാമത്തെ ഫാക്ടർ, പൈസ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത് എല്ലാ സാധനവും വില കുറവിന് കിട്ടിയതൊക്കെ വാങ്ങിച്ചു കൊണ്ട് സൂക്ഷിക്കുന്നതേ ഷോപ്പിലാണ്, അല്ലാതെ നമ്മുടെ വീട്ടിലല്ല. അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒരുപാട് ചീപ്പായി കിട്ടി എന്ന് കരുതി വാങ്ങിച്ചു വെക്കരുത്. ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കൂ. അതാണ് ഏറ്റവും അത്യാവശ്യം. അല്ലെങ്കിൽ ആ സാധനം ഉപയോഗിക്കാൻ വേണ്ടി, സൂക്ഷിക്കാൻ വേണ്ടി ഇനി നിങ്ങൾക്ക് അതിനുള്ള പൈസ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. പലരും ചെയ്യാറുണ്ട്, ചുരുങ്ങിയ വിലയ്ക്ക് സാധനം കാണുമ്പോൾ വാങ്ങിക്കൊണ്ടു വെച്ചിട്ട് 1 വർഷം, 1.5 വർഷം, 2 വർഷം കഴിഞ്ഞാൽ ഉപയോഗം വന്നിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴേക്കും ഈ സാധനം കേടായി പോയിട്ടുണ്ടാവും. അന്ന് വില കുറവിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് നോക്കുമ്പോൾ അത് ഉപയോഗശൂന്യമായി. ഒന്ന് ആലോചിച്ച് നോക്കി, ആ പൈസ 100% വേസ്റ്റിലേക്കാണ് പോയേ. അതുകൊണ്ട് ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഇത് വേണോ വേണ്ടേ എന്ന് നോക്കേണ്ട കാര്യവും നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ വരവ് നോക്കി ചെലവ് ചെയ്യുക എന്ന് പറയും. അതായത് എനിക്ക് 100 രൂപയാണ് ഇപ്പോഴുള്ള വരുമാനമെങ്കിൽ നാളെ 1 കോടി രൂപ എൻ്റെ വരുമാനമായിട്ട് ഞാൻ വിഷൻ കാണുന്നുണ്ട്, അതിനുവേണ്ടി എനർജി സേവ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. ആ എനർജി ഞാൻ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇന്നത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? നാളെ 1 കോടി രൂപ വരുമല്ലോ, അതുകൊണ്ട് ഇന്ന് ഈ 100 രൂപ ഞാൻ ഫ്രീ ആയി ചിലവഴിക്കുക എന്നുള്ളതല്ല. ആ 100 രൂപയിൽ നിന്ന് 10 രൂപ ആദ്യം മാറ്റി വെച്ചിട്ട് ബാക്കി 90 രൂപ കൊണ്ട് ചിലവഴിക്കുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന എക്സ്പെൻഡിച്ചർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ മൂലധനം വെക്കുന്ന സമയത്ത് ആ എനർജി ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട്. ധനം ഒരു എനർജി തന്നെയാണ്. ആ എനർജി ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങളുടെ തോട്ട് സേവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള നിങ്ങളുടെ തോട്ട് ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ആ പൈസയ്ക്ക് കൊടുത്ത ആദരവാകുന്ന ഒരു എനർജി ഉണ്ട്. ഈ എല്ലാ എനർജിയും കൂടി നിങ്ങളുടെ 1 കോടി രൂപ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും. പക്ഷേ ഈ 10 രൂപ സേവ് ചെയ്യാത്ത ഒരാൾ നാളെ 1 കോടി രൂപയ്ക്ക് വേണ്ടി ഞാൻ അഫർമേഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ എനർജി കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്, സോ ലീവ് ഇറ്റ്, ഇന്ന് 10 രൂപ എന്തിനു വെക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് നാളെ 1 കോടി രൂപ വരാൻ കുറച്ച് കഷ്ടമായിരിക്കും. നടക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ സമയമെടുക്കും, വൈകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ആവശ്യത്തിനതായിരിക്കുന്ന ഡെപ്പോസിറ്റ് വരുത്താനുള്ളതായിരിക്കുന്ന പദ്ധതിയാണ് ദിവസവും നമ്മുടെ വരുമാനത്തിനുള്ളത്. ദിവസമാണെങ്കിൽ ദിവസം, മന്ത്ലി ആണെങ്കിൽ മന്ത്ലി നമ്മുടെ കയ്യിൽ പൈസ വരുന്ന സമയത്ത് അതിൽ നിന്ന് ആ ഒരു 10% എടുത്ത് സേവായിട്ട് എടുത്ത് വെക്കുക. അതുകൊണ്ട് യാതൊരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കാനില്ല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളത്, ഇന്ന് ഓൺലൈൻ മാർക്കറ്റിൻ്റെ കാലഘട്ടം, നമുക്കെന്തും ഓൺലൈനിൽ വാങ്ങിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഓൺലൈനിൽ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇത്ര നിങ്ങൾക്ക് മാർക്കറ്റിലുണ്ടാവും, ഇത്ര നിങ്ങൾക്ക് കിട്ടുന്നൊക്കെ. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാവും എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു സാധനങ്ങൾ വാങ്ങിക്കുന്നേക്കാൾ മുന്നേ, എന്തിൻ്റെങ്കിലും പിന്നാലെ പോയിക്കൊണ്ട് സ്വയം നമ്മൾ അന്ധരാവുന്നേക്കാൾ മുന്നേ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് നേരെ തിരിച്ചുള്ള അനുഭവം ഉണ്ടായേക്കാം, ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് തെറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാനും സാധനങ്ങൾ വാങ്ങാറുണ്ട് ഓൺലൈനിൽ നിന്ന്, അത് തെറ്റൊന്നുമല്ല. പക്ഷേ ഇതുപോലെ നോക്കിയിട്ട് അതിന് വേണ്ട വിലയുണ്ടോ, ഇത്ര തന്നെയാണോ എന്നൊക്കെ പഠിച്ചിട്ട് വാങ്ങാൻ വേണ്ടി, ചിലവഴിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. പിന്നെ ഒന്ന് മണി മാനേജ്മെൻറ്റ്.
കാരണം നമുക്ക് കിട്ടുന്ന പൈസേനെ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം വളരെ അത്യാവശ്യമാണ്. കാരണം ഞാൻ എൻ്റെ പൈസ എനിക്ക് സൂക്ഷിച്ചു വെച്ചുണ്ടാക്കിയ ഡെപ്പോസിറ്റ് ചെയ്ത പൈസേനെ ആ പൈസ എന്തിനു വേണ്ടി ഞാൻ ചിലവഴിക്കണം എന്ന് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുമ്പോൾ നമ്മൾ പറയും കാൽക്കുലേറ്റഡ് റിസ്ക് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ അർത്ഥം 6 മാസം എനിക്ക് വരുമാനം ഇല്ലെങ്കിലും ജീവിക്കത്തക്ക രീതിയിലുള്ള പൈസ ഉണ്ടാക്കിയ ശേഷം എനിക്ക് ഒരു റിസ്കിന് വേണ്ടിയിട്ട് വരുമാനം ഇല്ലാതാക്കിക്കൊണ്ട് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി എനിക്ക് ചെയ്യാം. പക്ഷേ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പുതിയ ബിസിനസ് അഥവാ ഒരു പുതിയ കാര്യം, ഒരു മെത്തേഡ് എന്താണെങ്കിലും അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് വേണം നിങ്ങൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചിലവഴിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ആദ്യം ഒരു 100 രൂപ വരുമാനമുള്ള ആളാണ് നിങ്ങളെങ്കിൽ പോലും നാളെ നിങ്ങൾ 1 കോടി രൂപ വരുമാനമുള്ള ആളവസ്ഥയിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം ഗിവിങ് റെസ്പെക്റ്റ് നമ്മുടെ സങ്കല്പമാണ്. അതുകൊണ്ട് പൈസ, ചിലർ എന്നോട് പറയാറുണ്ട് എനിക്ക് പൈസക്കാരോട് ഭയങ്കര പുച്ഛാണെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയാം എന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരിക്കലും പൈസ വരില്ല എന്ന്. അതുകൊണ്ട് പൈസക്കാരോട് പുച്ഛരുത്. പുച്ഛം നിങ്ങൾക്ക് ഒരു പക്ഷേ എനിക്ക് അറിയുന്നുണ്ടാവും, ഇവർ ഭയങ്കരമായിട്ട് തട്ടിപ്പ് നടത്തി വെട്ടിപ്പ് നടത്തി പൈസയൊക്കെ ഉണ്ടാക്കിയ ആളെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും അവരോടുള്ള പുച്ഛം എൻ്റെ മനസ്സിലല്ലേ വരുന്നത്. എൻ്റെ മനസ്സിൽ പൈസക്കാരെന്ന് പറഞ്ഞാൽ പുച്ഛം വരുന്നത്. അതുകൊണ്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പൈസയിൽ നിന്നാണ്. അതുകൊണ്ട് ഒരാളോടും ഒരു വിധത്തിലുള്ളതായിരിക്കുന്ന നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലുണ്ടാവരുത്. എല്ലാത്തിനോടും റെസ്പെക്റ്റ്, എല്ലാത്തിനോടും സ്നേഹം. കയ്യിൽ കിട്ടിയ 1 രൂപയോട് പോലും റെസ്പെക്റ്റ് ഉള്ളവരെടുത്ത് തീർച്ചയായിട്ടും ധനം അഥവാ ലക്ഷ്മി ഒഴുകി വന്നിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ബി കെയർഫുൾ ആൻഡ് ബി ചിയർഫുൾ. ഓം ശാന്തി.